യുദ്ധം തുടങ്ങിയിരിക്കുന്നു. ലോകത്തിന്റെ മറ്റേതോ കോണിൽ നടക്കുന്ന ഈ യുദ്ധം കാരണം നമ്മളിവിടെ കേരളത്തിലിരുന്ന് പെട്രോൾ വിലയെപ്പറ്റി പേടിക്കേണ്ട കാര്യമുണ്ടോ? ഉണ്ട്. ഈ സംഭവം നമ്മുടെയൊക്കെ ജീവിതത്തെ എങ്ങനെയാണ് മാറ്റിമറിക്കാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കിയാലോ? നിങ്ങൾ വാർത്തകളിലൊക്കെ കാണുന്ന പോലത്തെ ഒരു സാധാരണ യുദ്ധമല്ലട്ടോ ഇത്. ഇതിൻ്റെയൊക്കെ പിന്നിൽ നമ്മൾ ആരും അറിയാത്ത വേറെ കുറേ സാമ്പത്തിക കളികളുണ്ട്. ഈ ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്ന ഒരു പ്രശ്നത്തിന്റെ ആദ്യത്തെ ഒരു ഇടി അത് നമുക്ക് കിട്ടാൻ പോകുന്നത് നമ്മുടെ തൊട്ടടുത്തുള്ള പെട്രോൾ പമ്പിൽ നിന്നാണ്. അതെ, ആയിരക്കണക്കിന് കിലോമീറ്റർ ദൂരെയുള്ളൊരു പ്രശ്നം നമ്മുടെ പോക്കറ്റിനെ എങ്ങനെ നേരിട്ട് ബാധിക്കുന്നുവെന്ന് നമുക്ക് നോക്കാം. അപ്പം എന്താണ് ഈ വലിയ വലിയ തലക്കെട്ടുകൾക്ക് പിന്നിലെ ആ ഒരു റിയൽ ഗെയിം? ഇവിടെ രണ്ട് പ്രധാന കളിക്കാരാണുള്ളത്. ഒന്ന് എണ്ണ, രണ്ട് അമേരിക്കൻ ഡോളർ. നമ്മൾ വാർത്തകളിലൊക്കെ കേൾക്കുന്ന എന്താ? ആണവ പ്രശ്നങ്ങളാണ്, അല്ലെങ്കിൽ ആ രാജ്യങ്ങൾ തമ്മിലുള്ള രാഷ്ട്രീയ പ്രശ്നങ്ങളാണ് എന്നൊക്കെയാണ്. എന്നാൽ ശരിക്കുമുള്ള കളി നടക്കുന്നത് സാമ്പത്തിക രംഗത്താണ്. ക്രൂഡ് ഓയിലിൻ്റെ കൺട്രോൾ ആർക്ക് കിട്ടും? പിന്നെ ലോക കച്ചവടത്തിൽ അമേരിക്കൻ ഡോളറിനുള്ള ആ ഒരു സ്ഥാനം, അതൊക്കെയാണ് ഇവിടുത്തെ യഥാർത്ഥ വിഷയം. ഇനി അധികമാരും ശ്രദ്ധിക്കാത്തൊരു കാര്യമുണ്ട്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ കയ്യിലുള്ള ചില രാജ്യങ്ങൾ ഈ പ്രശ്നത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇവർ പതുക്കെ ഡോളറങ്ങ് ഒഴിവാക്കിയിട്ട് ചൈനയുടെ യുവാൻ പോലത്തെ മറ്റ് കറൻസികളിൽ എണ്ണ കച്ചവടം തുടങ്ങിയിട്ടുണ്ട്. ഇത് അമേരിക്കൻ ഡോളറിന്റെ ആഗോള മേധാവിത്വത്തിനേറ്റ ഒരു നേരിട്ടുള്ള വെല്ലുവിളിയാണ്. അപ്പോൾ ഈ കളികളൊക്കെ നമ്മളെ എങ്ങനെയാണ് ബാധിക്കുക? ഈ വലിയ തിരമാലകൾ നമ്മുടെയെല്ലാം പേഴ്സിലേക്ക് എങ്ങനെയാണ് അടിച്ചുകയറാൻ പോകുന്നത്? ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് മൂർച്ഛിച്ചാൽ ക്രൂഡ് ഓയിലിന്റെ വിലയിലൊരു 15% വർധനവുണ്ടാകാം. ഇതൊരു ചെറിയ സംഖ്യയാണെന്ന് കരുതരുത്. ഇതിന്റെ പ്രത്യാഘാതം നമ്മൾ ഓരോരുത്തരും നേരിട്ടറിയാൻ പോവുകയാണ്. ക്രൂഡ് ഓയിൽ വില കൂടിയാൽ ആ പ്രശ്നം പെട്രോളിൽ മാത്രം ഒതുങ്ങി നിൽക്കില്ല. അതൊരു ചെയിൻ റിയാക്ഷൻ പോലെ പടർന്നു പിടിക്കും. ആദ്യം തന്നെ ട്രാൻസ്പോർട്ടേഷൻ, അതായത് ലോറികളുടെയൊക്കെ വാടക കൂടും. പിന്നാലെ പച്ചക്കറി, പാല്, അങ്ങനെ നമ്മൾ ദിവസവും വാങ്ങുന്ന എല്ലാ സാധനങ്ങൾക്കും വില കയറും. അവസാനം രാജ്യത്ത് മൊത്തത്തിൽ വിലക്കയറ്റം വരും. ഇനി ഓഹരി വിപണിയുടെ കാര്യമെടുക്കാം. ലോകത്ത് ഇങ്ങനൊരു അസ്ഥിരത വരുമ്പോൾ തന്നെ വിദേശ നിക്ഷേപകർ അവരുടെ പണം പിൻവലിക്കാൻ തുടങ്ങും. എന്നിട്ട് സ്വർണം പോലെയുള്ള സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് ആ പണം മാറ്റും. അതോടെ നമ്മുടെ നിഫ്റ്റിയൊക്കെ കുത്തനെ താഴോട്ടു പോകും. എയർലൈൻസ്, പെയിന്റ്, ടയർ കമ്പനികൾ, അതായത് ക്രൂഡ് ഓയിലിനെ ആശ്രയിക്കുന്ന എല്ലാ മേഖലകൾക്കും വലിയ തിരിച്ചടിയായിരിക്കും. ഈ കണക്കുകളൊക്കെ ഇങ്ങനെ വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല അല്ലേ? നമുക്കിത് സാധാരണക്കാരനായ ഒരാളുടെ ജീവിതത്തിൽ എങ്ങനെയാണ് വന്ന് തട്ടുന്നതെന്ന് നോക്കാം. കോഴിക്കോടുള്ള രാജു എന്നൊരാളുടെ കഥയിലൂടെ ഈ സാമ്പത്തിക സമ്മർദ്ദം എത്രത്തോളം വലുതാണെന്ന് നമുക്ക് ശരിക്കും മനസ്സിലാകും. രാജുവിന് മാസം കിട്ടുന്നത് 28,000 രൂപ ശമ്പളം. അതിൽ നിന്ന് വാടക, വീട്ടിലെ ചിലവ്, ലോണിന്റെ അടവ്, പിന്നെ പെട്രോൾ കാശ്, ഇതെല്ലാം കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ കയ്യിൽ അവസാനം മിച്ചം വരുന്നത് വെറും 5,000 രൂപയാണ്. ഓരോ രൂപയും എണ്ണിപ്പെറുക്കി ജീവിക്കുന്ന ഒരാള്. ഇനി പെട്രോൾ വില കൂടുന്നത് രാജുവിന്റെ ബഡ്ജറ്റിന് എങ്ങനെയാണ് തകിടം മറിക്കുന്നതെന്ന് നോക്കൂ. മാസം 3,000 രൂപ പെട്രോളിന് ചെലവാക്കിയിരുന്ന സ്ഥാനത്ത് അത് 4,000 കൂടുക. ഈ അധികം വരുന്ന 1,000 രൂപ എവിടെന്നാ പോകുന്നത്? നേരെ അദ്ദേഹത്തിന്റെ മാസസമ്പാദ്യത്തിൽ നിന്ന്. അതായത് സമ്പാദ്യം ഒറ്റയടിക്ക് 20% കുറയുന്നത്. ഒന്ന് ആലോചിച്ചു നോക്കൂ. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വളരെ ചെറിയൊരു മാറ്റം മതി രാജുവിന്റെ മാസ ബജറ്റ് മുഴുവനായി തകരാൻ. എവിടെയോ നടക്കുന്നൊരു യുദ്ധം നമ്മളെ ബാധിക്കില്ല എന്ന് ചിന്തിക്കുന്നത് നമ്മളിൽ പലരും ചെയ്യുന്നൊരു വലിയ തെറ്റാണ്. ഓക്കെ, പ്രശ്നങ്ങളൊക്കെ നമ്മൾ സംസാരിച്ചു. ഇനി ഇതിനൊരു പരിഹാരം വേണ്ടേ? പ്രതിസന്ധികളെക്കുറിച്ച് മാത്രം സംസാരിച്ചിട്ട് കാര്യമില്ലല്ലോ. നമ്മുടെ സാമ്പത്തിക സുരക്ഷയ്ക്ക് വേണ്ടി ഒരു കവചം, ഒരു ഫിനാൻഷ്യൽ ഷീൽഡ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. വലിയ കോംപ്ലിക്കേറ്റഡ് കാര്യങ്ങളൊന്നുമല്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ലളിതമായ 3 കാര്യങ്ങളാണിത്. ഒന്നാമത്തത്, ഒരു എമർജൻസി ഫണ്ട് ഉണ്ടാക്കുക. രണ്ടാമത്തേത്, നിങ്ങളുടെ EMIകൾ കുറയ്ക്കാൻ ശ്രമിക്കുക. മൂന്നാമത്തേത്, നിങ്ങളുടെ നിക്ഷേപങ്ങൾ പലയിടത്തായി വിഭജിക്കുക, അതായത് ഡൈവേഴ്സിഫൈ ചെയ്യുക. നമുക്ക് ഓരോന്നും എന്താണെന്ന് നോക്കാം. രാജുവിന്റെ കാര്യം തന്നെ എടുക്കാം. അദ്ദേഹത്തിന്റെ ഒരു 6 മാസത്തെ ചെലവെന്ന് പറയുന്നത് ഏകദേശം 1.5 ലക്ഷം രൂപ വരും. ഇതാണ് രാജുവിന്റെ എമർജൻസി ഫണ്ട്. പെട്ടെന്നൊരു ജോലി നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖം വരികയോ ചെയ്താൽ അടുത്ത 6 മാസം ആരെയും ആശ്രയിക്കാതെ ജീവിക്കാനുള്ള ഒരു തുക. ഇനി നിക്ഷേപത്തിന്റെ കാര്യം. മാർക്കറ്റ് ഇടിയുന്നത് കാണുമ്പോൾ പേടിച്ച് കയ്യിലുള്ളതൊക്കെ വിറ്റൊഴിവാക്കരുത്. അത് ഏറ്റവും വലിയ മണ്ടത്തരമാണ്. നിങ്ങളുടെ SIPകൾ ദീർഘകാലത്തേക്ക് അതുപോലെ തുടരുക. പിന്നെ കണ്ണടച്ച് എവിടെയെങ്കിലും കൊണ്ടുപോയി പൈസ ഇടരുത്. നിങ്ങൾ നിക്ഷേപിക്കുന്ന കമ്പനി ഏതാണെന്ന് ശരിക്കും പഠിക്കുക. പ്രതിരോധം പോലെയുള്ള ചില മേഖലകൾ ഇത്തരം സമയങ്ങളിൽ നല്ല പ്രകടനം കാഴ്ചവെച്ചേക്കാം. അങ്ങോട്ട് നിക്ഷേപം മാറ്റുന്നതും പരിഗണിക്കാവുന്നതാണ്. ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ഏതൊരു പ്രതിസന്ധിയും ഒരു അവസരമാണ്. പക്ഷെ ആർക്ക്? തയ്യാറെടുപ്പുകൾ ഉള്ളവർക്ക് മാത്രം. ഇതുവരെ നമ്മൾ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തു. ഇനി കുറച്ച് ചോദ്യങ്ങൾ ഞാൻ നിങ്ങളോടാണ് ചോദിക്കുന്നത്. നിങ്ങൾ സ്വയം ഒന്ന് ചോദിച്ചു നോക്കൂ.
പെട്രോൾ വില ലിറ്ററിന് വെറും 5 രൂപ കൂടിയാൽ നിങ്ങളുടെ മാസ ബജറ്റിന് അത് താങ്ങാൻ പറ്റുമോ? അതോ നിങ്ങളുടെ ബജറ്റ് താളം തെറ്റുമോ? ഇനി സ്റ്റോക്ക് മാർക്കറ്റ് ഒരു 10% താഴോട്ട് പോയാൽ നിങ്ങൾ ശാന്തമായിരിക്കുമോ അതോ പേടിച്ച് കയ്യിലുള്ളതെല്ലാം വിറ്റൊഴിവാക്കാൻ ഓടുമോ? അവസാനമായി ഏറ്റവും പ്രധാനപ്പെട്ട ഒരൊറ്റ ചോദ്യം. വരാൻ പോകുന്ന ഈ സാമ്പത്തിക കൊടുങ്കാറ്റിനെ നേരിടാൻ നിങ്ങൾ തയ്യാറാണോ?